നമസ്കാരം. ന്യൂസ് മലയാളത്തിന്റെ വാർത്താ സംവാദ പരിപാടിയായ ഫയറിലേക്ക് സ്വാഗതം. വാർത്തയിൽ നിന്ന് ചോദ്യങ്ങളിലേക്കും ചോദ്യങ്ങളിൽ നിന്ന് ഉത്തമ ബോധ്യങ്ങളിലേക്കും എന്ന സുതാര്യമായ വഴിയാണ് ഫയർ പിന്തുടരുന്നത്. ഫയറിൽ പതിവായി 3 അതിഥികൾ ഉണ്ടാകും. ഓരോ അതിഥിക്കും വിഷയത്തെ പ്രാഥമികമായി സമീപിക്കാൻ ആദ്യം 3 മിനിറ്റ് വീതം ഉണ്ടാകും. ആ സമയം കഴിയുമ്പോൾ ഒരു ബസർ ശബ്ദിക്കും. ആ സമയത്തിനകം ആദ്യ റൗണ്ട് സംസാരം അവസാനിപ്പിക്കണമെന്നാണ് ഒരു സങ്കല്പം. ബഹുമാന്യരായ അതിഥികൾ പരമാവധി ആ സമയത്തിനുള്ളിൽ ആ വിഷയം അവതരിപ്പിച്ച് സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അതൊരു കർശന നിയന്ത്രണ നിയമമൊന്നുമല്ല കേട്ടോ. ശേഷം 3/4 മണിക്കൂർ നേരം ഈ സംവാദം തുടരും. പ്രേക്ഷകരുടെ അഭിപ്രായം വിവിധ സാമൂഹിക പ്ലാറ്റ്ഫോമുകളിൽ രേഖപ്പെടുത്തുന്ന വ്യൂവേഴ്സ് വോട്ടായി ഇടയ്ക്കിടെ സ്ക്രീനിൽ തെളിയുകയും ചെയ്യും. പ്രേക്ഷകരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ വിശാല ജനാധിപത്യ സംവാദ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചർച്ചയ്ക്ക് മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട 5 തലക്കെട്ടുകളിലേക്ക്. ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലി വിവാദ കൊടുങ്കാറ്റ്. രാജ്യത്തെ ഇരുട്ടിൽ നിർത്തി ട്രംപിന് നരേന്ദ്രമോദി വഴങ്ങിയെന്ന് കോൺഗ്രസ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രംപ് അല്ലെന്ന് മോദിയെ ഓർമ്മിപ്പിച്ച CPIM. രാജ്യത്തെ കർഷക താൽപര്യം സംരക്ഷിക്കുന്ന കരാറെന്ന് കേന്ദ്രം. രാഹുൽ രാജ്യത്തിന്റെ ഭാവിക്കെതിരെന്ന് പീയൂഷ് ഗോയൽ. പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കി പ്രതിപക്ഷ പ്രതിഷേധം. Honorable Speaker has given a ruling under Rule 349. MM നരവനയുടെ പുസ്തകത്തെ ചൊല്ലി എന്നും ലോക്സഭയിൽ നാടകീയ രംഗങ്ങൾ. ലേഖനം വായിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കം തടഞ്ഞു സ്പീക്കർ. എതിരിട്ട് കേന്ദ്രമന്ത്രിമാരും. ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ച് സംസാരിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് രാഹുൽ. If the issue is about me quoting a magazine which I have authenticated, I am happy not to quote it directly. No problem. But I have to be allowed to speak about it. പേപ്പർ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ച ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും അടക്കം 8 പ്രതിപക്ഷ MP-മാർക്ക് സസ്പെൻഷൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംഘർഷഭരിതമായി സഭാതലം. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കിടന്ന അൻവർ സാദത്തും മാത്യു കുഴൽനാടനും. പ്രതിപക്ഷ ബാനർ പിടിച്ചെടുത്ത് വാച്ച് ആൻഡ് വാർഡ്. തിരിച്ചടികൾ മറയ്ക്കാൻ പ്രതിപക്ഷം ബോധപൂർവം കുഴപ്പമുണ്ടാക്കുന്നത് മുഖ്യമന്ത്രി. സ്പീക്കറെ ബാനർ കൊണ്ട് അന്ധനാക്കുന്നത് നീതീകരിക്കാൻ പറ്റില്ലെന്ന് സ്പീക്കർ. ഇന്നും സ്വർണ്ണക്കൊള്ളയിൽ പാരഡി പാട്ടുപാടി വി ശിവൻകുട്ടി. യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സംരക്ഷിക്കുന്ന ആരപ്പ? സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വയ്ക്കേണ്ടത്. RRTS മാതൃകയിൽ അതിവേഗ റെയിൽ നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങി സർക്കാർ. പദ്ധതിക്ക് അംഗീകാരം നൽകി ഉത്തരവ്. നടപ്പാക്കുക 4 ഘട്ടങ്ങളായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 20% വീതം വിഹിതം നൽകും. 60% തുക കണ്ടെത്തുക അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന്. ഇറക്കിയത് പ്രിൻസിപ്പൽ ഉത്തരവെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക്. ഇന്നലെ ഇന്ത്യൻ സമയം പാതിരാത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പേജിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒരു പ്രഖ്യാപനം പ്രത്യക്ഷപ്പെടുന്നു. ഇന്ത്യയുമായി വ്യാപാര കരാറിന് അമേരിക്ക ധാരണയായിരിക്കുന്നു. ഇനി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല. അമേരിക്കയിൽ നിന്നും അമേരിക്ക അവരുടെ കയ്യൂക്കിൽ സാമന്ത രാജ്യം എന്ന പോലെ നിലവിൽ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്ന വെനിസ്വേലയുമായുമായിരിക്കും ഇനി ഇന്ത്യയുടെ വ്യാപാരം. $500 ബില്യൺ മൂല്യമുള്ള ഊർജ്ജ സാങ്കേതിക വിദ്യ, കൃഷി, കൽക്കരി ഉൽപ്പന്നങ്ങൾ എന്നിവ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങും. പകരം ഇന്ത്യക്ക് മേൽ ചുമത്തിയ പ്രതികാര ചുങ്കം ട്രംപ് ദയാദാക്ഷിണ്യത്തോടെ പിൻവലിക്കും. നോക്കൂ, നമ്മുടെ രാജ്യത്തിന് പരമപ്രധാനമായ വിദേശ നയം അമേരിക്കൻ പ്രസിഡന്റ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അതും അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമത്തിലൂടെ. സമകാലിക ലോക രാഷ്ട്രീയത്തിൽ 2 സോവറിൻ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറുകൾ ഏതെങ്കിലും ഒന്ന് ഈ മട്ടിൽ അലസമായി ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാറുള്ളത് അപൂർവമാണ്. കരാറിന്റെ കാണാപ്പുറങ്ങൾ ഈ നിമിഷവും പൂർണ്ണമായും രാജ്യത്തിന് വ്യക്തമായിട്ടില്ല.
ഇന്നത്തെ ഫയർ ഈ വിഷയമാണ് ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. ട്രംപിന് വഴങ്ങിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി? ഇന്ത്യയെ ഇരുട്ടിൽ നിർത്തിയോ കേന്ദ്ര സർക്കാർ? ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഇന്ത്യ US വ്യാപാര കരാറിൽ രാജ്യത്തെ ഇരുട്ടിൽ നിർത്തിയോ എന്ന ചോദ്യത്തിന് പ്രേക്ഷകരുടെ വോട്ടിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വോട്ടിംഗ് പ്രകാരം രാജ്യത്തെ ഇരുട്ടിൽ നിർത്തി എന്ന് 79% പേരും പറയുന്നു. അല്ല എന്ന് 12% പേരാണ് അഭിപ്രായപ്പെടുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളിലും ചർച്ചകളിലും പങ്കെടുക്കുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ് MP, CPIM നേതാവ്, ഒപ്പം കോൺഗ്രസ് നേതാവായ അനൂപ് VR, BJP നേതാവ് ശ്രീ VP ശ്രീപത്മനാഭൻ എന്നിവരാണ്. ശ്രീ ജോൺ ബ്രിട്ടാസിലേക്ക് ആദ്യം. ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കൾ തന്നെ സഭയിൽ ഈ വിഷയം ആവർത്തിച്ചുന്നയിക്കുന്നതും രോഷാകുലനാകുന്നതും ഒക്കെ കണ്ടു. പക്ഷെ പ്രശ്നം ഇത് ട്രംപിന്റെ രീതിയാണ്, ആ മട്ടിലങ്ങ് പോയിക്കോട്ടെ എന്ന് ഒന്നുകിൽ എടുക്കണം. കേന്ദ്ര സർക്കാർ ഏതാണ്ട് ആ മട്ടിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ പ്രഖ്യാപനത്തെ ഒറ്റയടിക്ക് സ്വാഗതം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. മാത്രമല്ല, നമ്മുടെ അയൽ രാജ്യങ്ങൾക്കെല്ലാം കിട്ടിയതിനേക്കാളും മികച്ച ഒരു കരാറാണല്ലോ നമുക്ക് കിട്ടിയത് എന്ന് ആശ്വാസം കൊള്ളുകയും അഭിമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മികച്ച ഒരു കരാറാണ്, ഇന്ത്യയുടെ കാലമാണ് വരാനിരിക്കുന്നത് എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മളങ്ങ് വിശ്വസിച്ചു പോകുന്നതായിരിക്കുമോ നല്ലത്? ഹർഷന്റെ ചോദ്യം ഒന്ന് വഴങ്ങിയോ, രണ്ട് ഇരുട്ടിൽ നിർത്തിയോ, ഇതാണ് രണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ. യഥാർത്ഥത്തിൽ വഴങ്ങിയോ എന്നുള്ളൊരു ചോദ്യം തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തിന് കീഴടങ്ങിയെന്നും എന്തിനാണ് ഈ ഇരുട്ടിന്റെ മറവിൽ ഇതൊക്കെ ചെയ്തു കൂട്ടിയതെന്നാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഒരു ചാനൽ നിലയിൽ ചില സംയമനം പാലിക്കേണ്ടതുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ രൂപത്തിൽ ചോദിച്ചത്. എൻ്റെ ഒരൊറ്റ കാര്യം, പ്രസക്തമായൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് 18% തിരിവിയോ 20% തിരിവിയോ എന്നുള്ളതല്ല. ട്രംപ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച്, ഞാൻ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്, നിങ്ങൾ ഉറക്കം ഇളച്ചിരുന്ന് ഇതിനോട് കൃത്യമായിട്ട് പ്രതികരിച്ചിരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ 9/16 ട്രംപ് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നു. പക്ഷെ അതിനുശേഷം പുള്ളി എന്ത് ചെയ്തു? പിന്നെ 1 മണിക്കൂർ എടുത്തു ഇതിൻ്റെ കാര്യം പറയാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ഇങ്ങനെ സൂചിമനയിൽ നിർത്തി. എന്നിട്ട് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തി. ഇതിൽ 18% എന്നുള്ളതല്ല പ്രധാനം. ട്രംപ് പ്രഖ്യാപിച്ച ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൻ്റെ 3 പ്രധാനപ്പെട്ട നെടുന്തൂണുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ ഹനിക്കുന്നതാണ്. ഒന്ന്, റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യില്ല. രണ്ടാമത്തത്, വ്യാപാര പ്രതിബന്ധങ്ങൾ എല്ലാം ഇന്ത്യ നീക്കും. എന്ന് വെച്ചാൽ സ്വച്ഛന്തമായി സുഗമമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഒഴുകാനുള്ള ഒരു വഴി ഒരുക്കി വെക്കും. നമ്മുടെ ഇറക്കുമതി തീരുവ പ്രധാനപ്പെട്ട അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0 മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനം. അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ, ഈ ബില്യൻ്റെയും ഡോളറിൻ്റെ കണക്ക് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല, 45 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളും സർവീസും നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. നോക്കുക, 3 പ്രധാനപ്പെട്ട പ്രതലങ്ങൾ അദ്ദേഹം വിവരിച്ചു. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് നമ്മൾ ധാരണയിൽ എത്തിയത് എന്നുള്ള കാര്യം ഈ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴെങ്കിലും പ്രധാനമന്ത്രിയും മന്ത്രിമാരെയും വ്യക്തമാക്കട്ടെ. ഇവിടെ ഒരു ആരോഗ്യകരമായ ഒരു കീഴ്വഴക്കമുണ്ട് ഇന്ത്യയിൽ. പാർലമെന്റ് സമ്മേളിക്കുന്ന വേളയിൽ സുപ്രധാനമായ തീരുമാനങ്ങളും നയപരമായിട്ടുള്ള നടപടികളും പാർലമെന്റിന്റെ തലത്തിൽ പ്രഖ്യാപിച്ച ശേഷം മാത്രമേ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ പുറത്ത് കമാന്തരക്ഷരം പറയാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ ഒരു കീഴ്വഴക്കം നിൽക്കുമ്പോൾ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇതുപോലുള്ള ടീസറുകൾ ഇട്ട് കളിക്കുകയാണ്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ നേരത്തെ
ഈ ബെല്ലടിയും മറ്റു കാര്യങ്ങളും അതല്ല അത് പേടിക്കണ്ട, അതല്ല ഇല്ലില്ല അത് പേടിക്കണ്ട, അത് പേടിക്കണ്ട ശ്രീ ജോൺ ബ്രിട്ടാസ്. അത് അല്ല അതിന്റെ ഒരു ഉദ്ദേശം, ആ ഉദ്ദേശം കൂടി പറഞ്ഞു പോകാമല്ലോ. കാരണം വേറൊന്നുമല്ല, സാധാരണ എപ്പോഴും ടെലിവിഷൻ ചർച്ചകളെ കുറിച്ചുണ്ടാകാറുള്ള പ്രധാനപ്പെട്ട പരാതി ആളുകൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിലെങ്കിലും എല്ലാവർക്കും കുറച്ച് സമയം കിട്ടി എന്നുള്ള ഒരു തോന്നലുണ്ടാവണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് തൽക്കാലം. അത് കഴിഞ്ഞാൽ നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് കിടക്കാം. പറഞ്ഞോളൂ താങ്കൾ തുടർന്നോളൂ. തീർച്ചയായിട്ടും എൻ്റെ സഹ പാനലിസ്റ്റുകൾക്ക് കൂടുതൽ സമയം കൊടുക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഈ 500 ബില്യൺ എന്ന് പറയുമ്പോൾ ഹർഷൻ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയുടെ മൊത്തം വിദേശ വ്യാപാരത്തിൻ്റെ, അതായത് ഇറക്കുമതിയുടെ 60% അമേരിക്കയിൽ നിന്നാകണമെന്നാണ്. ഇതിനോടനുബന്ധമായിട്ട് ഒരു പോസ്റ്റും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്കയുടെ കൃഷി സെക്രട്ടറി ബ്രൂക്ക് റോളിൻസിൻ്റെ ഒരു ട്വീറ്റ് വന്നു. എന്താണെന്നറിയോ? ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സെക്രട്ടറിയുടെ ഈ പറഞ്ഞ പോസ്റ്റ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ പ്രതികരിക്കേണ്ടത്? 24 മണിക്കൂറാകാൻ പോവുകയാണ്. ഇതുവരെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും വന്നിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇതുപോലത്തെ ഒരു നടപടി സമീപനം അവലംബിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടേനെ. കോടാനുകോടി വരുന്ന കർഷകരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന, അവരുടെ ജീവിതത്തിന് മേൽ ഒരു ചോദ്യചിഹ്നം ഇടുന്ന നടപടികളാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നിജസ്ഥിതി എന്താണ് അല്ലെങ്കിൽ വ്യക്തമാക്കട്ടെ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. റൈറ്റ്, ഞാൻ തിരിച്ചു പോയാൽ ശ്രീപത്മനാഭൻ, ഇത് ഇക്കാര്യത്തിൽ വന്ന വിശദീകരണം എന്നത് നമുക്ക് മുന്നിലുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ ഏതാണ്ട് നമുക്കിപ്പോൾ എഴുതി അവതരിപ്പിക്കാനാണെങ്കിൽ ഏതാണ്ട് ഒരു പേജോളം വരുന്ന വിമർശനങ്ങളാണ്. അത് പീയൂഷ് ഗോയൽ ഇന്ന് അവതരിപ്പിച്ചത്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയും ഈ പ്രതിപക്ഷ നേതാക്കന്മാരും എല്ലാവരും കൂടി പാർലമെന്റിൽ ബഹളം വെച്ചതുകൊണ്ടാണ് ഈ കാര്യം വിശദീകരിക്കാൻ കഴിയാതെ പോയത്. അല്ലെങ്കിൽ ഞങ്ങളത് അവിടെ വിശദീകരിക്കാനായി ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ പാർലമെന്റിലേക്ക് എത്തിയത് എന്നാണ് പറഞ്ഞത്. ഇത്രയും പ്രധാനപ്പെട്ട, അതായത് രാജ്യത്തിൻ്റെ മൊത്തം ബജറ്റിൻ്റെ, ഒരു വാർഷിക ബജറ്റിൻ്റെ ഏതാണ്ട് 90% എത്തുന്ന ഇറക്കുമതി ഇന്ത്യയിലേക്ക് നടത്തിക്കൊള്ളാം എന്ന്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊള്ളാം എന്ന് സമ്മതിച്ച ഒരു കരാറിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് പാർലമെന്റിൽ ഒരു വിശദീകരണം നൽകാതെ മറ്റ് നടപടികളിലേക്ക് കടന്നത് തെറ്റല്ലേ? ആദ്യം ഈ ഡീല് ഫൈനലായിട്ടില്ല. താങ്കൾ ഇന്നത്തെ പീയൂഷ് ഗോയലിൻ്റെ പത്രസമ്മേളനം കേട്ടില്ലേ? വൺസ് ഇറ്റ് ഈസ് ഫൈനലൈസ്ഡ് ദ ഡീറ്റെയിൽസ് വിൽ ബി ഷെയർഡ്. ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങണം. ഈ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയുക. അത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്താലേ ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇവിടെ പലരും പലരുടെ ഭാവനാ വിലാസത്തിനനുസരിച്ച് കഥയും ത്വരകഥയും നോവലൊക്കെ എഴുതുന്നുണ്ട്. ആദ്യം ഇത് ഡീൽ ഫൈനലൈസ് ചെയ്യണം. ഡീൽ എത്താൻ തീരുമാനിച്ചു. ഇന്നെന്ന രീതിയിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് പീയൂഷ് ഗോയലിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഡീൽ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കും. അത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ ഫൈനൽ ആയിട്ടുള്ള ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരട്ടെ. അതുവരെ കാത്തു നിൽക്കാതെ ഈ രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയുന്നു? ഈ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു തമാശ എന്നാൾ ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. ബീഹാറിൽ പോയിട്ട് അധികാര യാത്ര നടത്തി അവസാനം 6 സീറ്റായി. ആരോ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് 6 സീറ്റുണ്ട്, ലാലു പ്രസാദ് യാദവിന് 9 മക്കളുണ്ട്. ലാലു പ്രസാദ് യാദവിൻ്റെ മക്കളുടെ അത്ര എണ്ണത്തിൽ സീറ്റ് പോലും കിട്ടിയില്ല. ഇത് ഈ മനുഷ്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ കൊല്ലമായി എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങോട്ടൊന്നും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. നാളെ ആ ഡീല് ഫൈനലൈസ് ആയിട്ട് ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഈ ഇരുട്ട് മുറിയിൽ കറുത്ത പൂച്ചയെ തെരഞ്ഞിട്ട് കാര്യമല്ല. ലെറ്റ് ദി ഡീൽ ബി ഫൈനലൈസ് ആൻഡ് ദി ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി മെയ്ഡ്, ദെൻ വി വിൽ ഡിസ്കസ് ഇറ്റ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ആരാണ് ഈ കരാർ പ്രഖ്യാപിക്കേണ്ടത്, അല്ലെങ്കിൽ കരാറിലായി എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടത് ആരാണ്? പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു കമന്റ് പോലും ചെയ്തില്ല? ഈ സംശയങ്ങളെല്ലാം ഉണ്ട്. അപ്പുറത്ത് പാകിസ്ഥാന്റെ കരാറിനേക്കാൾ ഗംഭീരമാണല്ലോ നമ്മുടെ കരാർ എന്നുള്ളതാണല്ലോ അയൽ രാജ്യവുമായുള്ള കരാറിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. 1% വ്യത്യാസമുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ കരാറായെന്ന് ആദ്യം പറഞ്ഞത് പാകിസ്ഥാനിലെ അധികൃതരാണ്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭരണകൂടമാണ്.
അതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ശതമാനക്കണക്കിലെ എന്തെങ്കിലും ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഈ കരാറിലെ എന്തെങ്കിലും ശതമാനക്കണക്കിലെ പ്രശ്നമല്ല. അവിടെ ഈ മറ്റ് രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ എന്താണ്, തായ്ലൻഡിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതല്ലാത്ത രാജ്യങ്ങളും ഉണ്ടല്ലോ. നമ്മൾ നമ്മുടെ സോവറിനിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നമ്മുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണ്ട ഇത്തരം ഒരു കരാറിൽ ഏർപ്പെടാൻ. നിങ്ങളൊന്നും സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ഇന്നലെ രാത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് ഞാൻ വായിച്ചു തരണോ? അല്ല, അത് ഞാൻ കണ്ടു. അത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ, അതെ, ആ പ്രതികരണം കണ്ടു. അതല്ല നമ്മുടെ പ്രശ്നം, അതല്ല നമ്മളുടെ പ്രശ്നം. ഇത് ആദ്യം പ്രഖ്യാപിക്കുന്നത് ആരാണ്? അമേരിക്കയാണ്, ട്രംപാണ്. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പേജിലാണ്. ആയിക്കോട്ടെ എന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിട്ടാൽ ആരാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത് മത്സരം നടത്താൻ പറ്റുമോ? എന്താ ഈ പറയുന്നത്? അയാളുടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. ഇനി അതിൻ്റെ ഡീല് ഫൈനലൈസ് ചെയ്ത് പുറത്തു വരും. ഇന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക്, നമ്മുടെ ഡയറി അതായത് ക്ഷീരമേഖലയ്ക്ക്, നമ്മുടെ തുകിൽ ഉൽപ്പന്നങ്ങൾക്ക്, നമ്മുടെ മറൈൻ പ്രോഡക്ട്സിനൊക്കെ വലിയ ഗുണം ചെയ്യുന്ന ഡീലാണ് എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ എന്താ പറയുക, വാണിജ്യ വകുപ്പ് മന്ത്രിയല്ലേ? നിങ്ങൾ വിശ്വസിക്കൂന്ന്. ബാക്കി എല്ലാവരെയും വിശ്വാസമാണല്ലോ ഇവർക്ക്, കോൺഗ്രസ്സുകാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്കും. നമ്മുടെ മന്ത്രിയെ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു ലോക്സഭ ഞാൻ തിരിച്ചു വരാം. അല്ല, അതുകൊണ്ട് അതൊക്കെ അദ്ദേഹം നല്ല മികച്ച വോട്ടിനൊക്കെയാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ ഞാൻ നേരത്തെ പ്രശ്നം, രാജ്യത്തിന്റെ അഭിമാനം കെടുത്തുന്ന തരത്തിലാണോ ഈ കരാറിലേക്ക് പോകുന്നത് എന്നുള്ളത് അങ്ങനെ ആശങ്കപ്പെടാനുള്ള അവകാശം സ്വാഭാവികമായും പ്രതിപക്ഷത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. ഞാൻ വരാം താങ്കളിലേക്ക്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വി ആർ അനൂപ്, ഇത് എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറൊക്കെ ഉണ്ടാവുക? ഈ മട്ടിലാണ് ആ കരാർ പ്രഖ്യാപിക്കപ്പെടുക എന്നാണ് BJP വിശദീകരിക്കുന്നത്. തീർച്ചയായും കരാർ എന്താണോ അത് ട്രംപ് അവതരിപ്പിച്ചിട്ടുള്ള മട്ടിലായിരിക്കും മുന്നോട്ട് പോവുക എന്നാണല്ലോ തൽക്കാലം നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം അതേക്കുറിച്ച് ഒരു എതിരഭിപ്രായവും പറയാതെ അതിനെ സമ്പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന ആ ട്വീറ്റാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടതില്ല എന്നുള്ള കാര്യം എന്തിനാണ് ട്രംപ് അവതരിപ്പിക്കുന്നത്? സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ഒറ്റയടിക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ മറുപടി ട്വീറ്റിലൂടെ. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹർഷൻ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ഒരു സംഘപരിവാർ പ്രതിനിധി അങ്ങ് ഉന്നയിച്ച ഈ ചർച്ചയിൽ ഉയർന്നു വന്ന വ്യത്യസ്ത ആശയങ്ങളോട് സംവദിക്കുന്നതിന് പകരം അദ്ദേഹം സംഘപരിവാറിന്റെ ദേശീയ ഭാഷയായ പരിഹാസത്തിലൂന്നിയാണ് സംസാരിച്ചത്. ഈ പറയുന്ന ലാലു പ്രസാദ് യാദവിന് 9 മക്കളാണ്, രാഹുൽ ഗാന്ധി നടക്കുകയാണ്. ഇവിടെ നരേന്ദ്രമോദിയെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയതിന് അദ്ദേഹത്തിന് മക്കളുണ്ടാവാത്തത് ഞങ്ങളുടെ കുറ്റമാണോ? അപ്പം അതൊന്നും പറയണ്ട, നിങ്ങൾ ഈ വിഷയത്തോട് സംസാരിച്ചാൽ മതി. അപ്പൊ ആ വിഷയത്തോട് സംസാരിച്ച ചർച്ച അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. രാഹുൽ ഗാന്ധിയൊക്കെ നിങ്ങൾ കുറെ കാലമായി കോമാളിവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അത്തരത്തിലേക്ക് പത്മനാഭൻ പറഞ്ഞാൽ അതേ ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടി വരും. അദ്ദേഹം ഈ സംഘപരിവാർ പ്രതിനിധി ചർച്ചയിൽ ചോദിക്കുന്നത് എന്താ, അതിനെന്താണ് കുഴപ്പം, ആര് പ്രഖ്യാപിച്ചാലും എന്നാ? അമേരിക്കയുടെ പ്രസിഡന്റ് അത് പ്രഖ്യാപിക്കുന്നു, അതുവരെ ഈ കരാറ് നിഗൂഢമായി ദുരൂഹമായി സൂക്ഷിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം. ഇവിടെ ഈ ദുരൂഹമായ താല്പര്യങ്ങൾ BJPയെ സംബന്ധിച്ച് ഒളിക്കാനുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, ഒരു രാജ്യം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ച ഒരു രാജ്യം എന്ന് പറയാറുള്ളത് പോലെ അർദ്ധരാത്രി തന്നെ അതിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളിടത്താണ് പ്രശ്നം. പാർലമെന്റിനെ നിങ്ങൾ മറയ്ക്കുന്നു, ജനങ്ങളെ നിങ്ങൾ മറയ്ക്കുന്നു, ജനങ്ങളെ നിങ്ങൾ ഒളിച്ചോടുന്നു. ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പരിഹാസം കൊണ്ട് മറച്ചു വെക്കാൻ പരിവാറിന് കഴിയില്ല. അത് വളരെ കൃത്യമാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇത് ആദ്യത്തെ തവണയല്ലല്ലോ അമേരിക്ക ഇന്ത്യയെ ഒരു സാമന്ത രാജ്യമായി ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ തവണയാണോ? അമേരിക്കയിൽ നിന്നും അഭയാർത്ഥികളുമായി ഒരു വിമാനം പഞ്ചാബിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു എന്ന് വരുമ്പോൾ അത് നമ്മുടെ ആത്മാഭിമാനത്തിന്, അന്തസ്സിന്, പരമാധികാരത്തിന് ഏറ്റ പ്രഹരമാണെന്നേ. ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇവിടെ ബംഗാൾ ഉൾക്കടലിലേക്ക് വന്ന അമേരിക്കൻ കപ്പൽ പടയെ ആട്ടി ഓടിച്ച ചരിത്രമുള്ള ഒരു രാജ്യത്തെ ആ ചരിത്രത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ നമ്മുടെ വിദേശകാര്യ നയത്തിലുണ്ടായ ഒരു പാരഡൈം ഷിഫ്റ്റാണിത്.
അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കുകയാണ്. ഇവിടെ ഇന്ത്യ ഒരു കൊളോണിയൽ ഭരണകൂടം ഇന്ത്യയിൽ നിലനിന്നിരുന്ന കാലത്ത് നാട്ടുരാജ്യങ്ങളോട്, തിരുവിതാംകൂറിനോട്, കൊച്ചിയോടൊക്കെ പെരുമാറുന്നത് പോലെ അമേരിക്ക ഇന്ത്യയോട് പെരുമാറുന്നു എന്നുള്ളതാണ്. അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് അതിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിന്, ഇന്ത്യയുടെ ജനങ്ങളോട് അത് വിശദീകരിക്കപ്പെടാതിരിക്കുകയും അനുസരണം എന്ന് പറയുന്നത്, ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഒരു മുഖമുദ്രയാകും ചെയ്യുകയാണ്. ഇവിടെ ഇത് ആദ്യത്തെ തവണയല്ല എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് അമേരിക്കയുടെ വിമാനം പഞ്ചാബിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് അഭയാർത്ഥികൾ വരുമ്പോൾ അതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാൻ കഴിയാത്തത്ര ദുർബലമായ ഒരു ഭരണകൂടമാണെന്ന് പറയുന്നത് ലജ്ജയോടുകൂടിയേ നമുക്ക് പറയാൻ കഴിയൂ. ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഇപ്പൊ സംഘപരിവാറിനെ സംബന്ധിച്ച് ഇത് കുറെ കാലമായി തുടരുന്ന അവരുടെ നയത്തിന്റെ പരിണിതിയും പരിണാമവുമാണ്. സംഘപരിവാർ ഈ രാജ്യത്തോടെ എപ്പോഴും രാജ്യം, രാജ്യസ്നേഹം, ഇതിൻ്റെയൊക്കെ കുത്തക അവകാശപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ സംഘപരിവാറിന് ഈ പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് അവർ പറയുന്ന രാജ്യസ്നേഹത്തോടുള്ള അവരുടെ പ്രതിബദ്ധത എന്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്നേ. അവർ പറയുന്നത്, ഞങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നത് എന്താ, അത് ഞങ്ങൾക്ക് തോന്നുമ്പോൾ വിശദീകരിക്കും, ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വിശദീകരിക്കും. ഈ ഭാഷയൊന്നല്ല. രാജ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഘപരിവാറിനോ നരേന്ദ്രമോദിക്കോ പൈതൃക സ്വത്തായി കിട്ടിയ ഒന്നാണോ? ഈ രാജ്യത്തോട് നിങ്ങൾ വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണെന്നേ. ഇന്ത്യൻ പാർലമെന്റിനോട് നിങ്ങൾ പറയണം. ഇവിടെ ബഹുമാന്യനായ MP സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ പാർലമെന്റിന്റെ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർലമെന്റിനെ ഒളിപ്പിച്ചു വെച്ച് എന്ത് താല്പര്യമാണ് സംഘപരിവാറിനുള്ളതെന്നുള്ളത് ഇവിടെ ആവർത്തിക്കപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രാഥമികമായി ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത്, വ്യക്തിപരമായി തേജോവധം ചെയ്ത് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഞങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ നിർമ്മിതി, ഇന്ത്യ എന്ന ആശയത്തെ നിർമ്മിച്ച, ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച, ഇന്ത്യൻ ജനാധിപത്യത്തെ പ്രയോഗവൽക്കരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. സംഘപരിവാറിനെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഒരു ഘട്ടത്തിലും ഒരു പങ്കും അവകാശപ്പെടാനില്ലാത്ത, ഇന്ത്യൻ വിഹിതവും അവകാശപ്പെടാനില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ വിഷയത്തിലേക്ക് നമുക്ക് വേഗം പറയണം. അതായത് ഇനിയിപ്പോൾ ആരെയും ബസർ അലോസരപ്പെടുത്തില്ല കേട്ടോ, അത് ഞാൻ പറയാം. ഇനി ഈ ശ്രീ ബ്രിട്ടാസ് ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്, ഇതിപ്പോൾ പീയൂഷ് ഗോയൽ വിശദീകരിച്ചത്, ഇതെല്ലാം പാർലമെന്റിൽ പറയാൻ തയ്യാറായിരുന്നു, പക്ഷേ അവിടെ ബഹളം കാരണം പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല അതേക്കുറിച്ച് വിശദീകരിക്കുന്നത് കയറ്റുമതി രംഗത്തിന് വൻ നേട്ടമുണ്ടാകും, അയൽ രാജ്യങ്ങളിലേക്കാൾ മികച്ചതാണ് ഈ കരാറ്, ഒട്ടേറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്താണ് ഈ കരാറിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത്, ധാരാളം തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കാൻ പോവുകയാണ്, മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുവരെ ഇല്ലാത്ത വലിയ നേട്ടമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്, കാർഷിക മേഖലയെയും ക്ഷീര കർഷക മേഖലയെയും ഒന്നും ഒരു തരത്തിലും ബാധിക്കാത്ത നിലയ്ക്കാണ് ഈ കരാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ്. അതായത് കരാർ ഇനി വരട്ടെ എന്ന് ശ്രീപത്മനാഭൻ പറയുമ്പോഴും ഇത്രയും കാര്യങ്ങളിൽ ഒരു വ്യക്തത സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഇങ്ങനെ നിങ്ങൾ ബഹളം വെച്ചുകൊണ്ടാണോ ഇന്നിപ്പോൾ കരാറിനെ കുറിച്ച് പാർലമെന്റിൽ ഇവർ പറയാതെ പോയത്? പറഞ്ഞാൽ ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വന്നേനെ. ഹർഷൻ, യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യസഭ വളരെ സമാധാനപരമായിട്ടാണ് സമ്മേളിച്ചത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയുടെ, പാർലമെന്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ പ്രസ്താവന നടത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് കൂടുതൽ സാന്നിധ്യമുള്ളത് രാജ്യസഭയിലാണ്. ഒരുപക്ഷെ ആ സാങ്കേതിക കാര്യം ഞാൻ പറയാം. സ്വമേധയ സ്യൂമോട്ടോ നടത്തുന്ന മന്ത്രിയുടെ പ്രസ്താവന ലോകസഭയിൽ പിന്നീട് ചർച്ചയ്ക്ക് വരാറില്ല. രാജ്യസഭയിൽ കീഴ്വഴക്ക പ്രകാരം ഒരു മന്ത്രി നടത്തുന്ന, സ്വമേധയ നടത്തുന്ന പ്രസ്താവനയ്ക്ക് മേൽ അംഗങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ, സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കീഴ്വഴക്ക പ്രകാരമുണ്ട്. അതുകൊണ്ട് എപ്പോഴും രാജ്യസഭയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ ഏറ്റവും സർഗാത്മകമായ വേദിയായി പരിണമിക്കാറ്. ഇന്ന് രാജ്യസഭയിൽ ഞങ്ങൾ സമാധാനപരമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്ത്. ഇപ്പോഴും 8 മണി വരെ സഭയുണ്ട്. അതുകൊണ്ട് ലോകസഭയിലുണ്ടായിട്ടുള്ള ബഹളം കാരണം രാജ്യത്തെയും ജനത്തെയും അറിയിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഇല്ല. ഇനി ശ്രീപത്മനാഭനോടൊരു കാര്യം ഞാൻ ചോദിക്കുക. നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. എന്താ കാരണം വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. ശ്രീപത്മനാഭൻ ഡീൽ ഒപ്പുവെച്ചിട്ടില്ല, ഇനിയും ഒപ്പുവെക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഡീലിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള വിവരങ്ങളല്ലേ യഥാർത്ഥത്തിൽ ട്രംപ് നൽകിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ഈ ഡീലിൻ്റെ പ്രധാനപ്പെട്ട 3 നെടുന്തൂണുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ താങ്കളോട് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഒരു കാര്യം, നമുക്കെന്തോ വലിയ നേട്ടം കിട്ടി
എന്താണ് ശ്രീ പത്മനാഭൻ പറഞ്ഞത്? തൊഴിൽ ഉണ്ടാകാൻ പോകുന്നു, ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, നമ്മുടെ സമ്പദ്ഘടന ഇതുകൊണ്ട് വികസിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് അമേരിക്ക തോറ്റോ? ഇത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു സംഘർഷമായിരുന്നല്ലോ ഇത്. അപ്പം സ്വാഭാവികമായിട്ട് അമേരിക്ക നമുക്ക് തോറ്റു തന്നു എന്നാണോ ശ്രീ പത്മനാഭൻ പറയുന്നത്? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തോറ്റു തന്നുവെങ്കിൽ നല്ല കാര്യം. അപ്പം എന്താണെന്ന് പറയാം. ഇനി പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. അതായത് നിലവിലുണ്ടായിരുന്നത്, അതായത് ട്രംപ് വന്നിട്ട് കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്കുണ്ടായിട്ടുള്ള അസന്നിധ്യാവസ്ഥ മാറ്റിവെക്കുക. പക്ഷേ എന്തായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്? അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ഇതുവരെ ചുമത്തിയിരുന്നത് 15 മുതൽ 70% വരെ ഇറക്കുമതി ചുങ്കമായിരുന്നു. നമ്മുടെ ചുങ്കം എത്രയായിരുന്നു? 2 മുതൽ 3% വരെ. ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം മിക്കവാറും 0 ഇനി അമേരിക്കയാണെങ്കിലോ നമുക്കുണ്ടായിരുന്ന 2-3 എന്നുള്ളത് 18 ഉയർത്തും. നോക്കുക. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെയല്ല, 10 മാസം മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ 18% എന്നത് തന്നെ. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം ഹർഷൻ, ഞാൻ ട്രംപിനെ എന്തിനാ അവിശ്വസിക്കണം? എൻ്റെ മുമ്പിലുള്ളൊരു ചോദ്യമാണ്. എന്താ കാരണം? ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ പോവുകയാണ്, സീസ് ഫെയറിലേക്ക്, വെടിനിർത്തലിലേക്ക് വരുമെന്ന് ആദ്യം പറഞ്ഞതാരാണ്? ഇന്ത്യ ഗവൺമെൻറ്റല്ല, ട്രംപാണ്. ട്രംപ് പറഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞില്ലേ നമ്മൾ പ്രഖ്യാപിച്ചത്? അപ്പോൾ ട്രംപിനെയല്ലേ നമ്മളന്ന് വിശ്വസിച്ചത്? ട്രംപിനെ വിശ്വസിച്ചല്ലേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വെടിനിർത്തലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത്? ഇനി റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇറക്കുമതിയുടെ തോത് ഗണ്യമായി കുറഞ്ഞില്ലേ? അപ്പോൾ ട്രംപിനെയല്ലേ ഞാൻ വിശ്വസിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ? ഇനി ഇറാനിൽ നിന്ന് നിങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും ഇറാനിൽ നിന്ന് ഇറക്കുമതി നിർത്തിയില്ലേ? ഇറാനിൽ നമ്മൾ പണിയുന്ന ചാബഹാർ തുറമുഖം അത് പരിപാടി അവസാനിപ്പിച്ചോളാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ബജറ്റിൽ ആ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വകകൊള്ളിക്കേണ്ട പണം നമ്മൾ വേണ്ടാന്ന് വെച്ചില്ലേ? അമേരിക്കയിലെ അവിടെ തീരുമാനിച്ചത്. വെനിസ്വലയിൽ നമ്മൾ എണ്ണ മേടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ എണ്ണ മേടിച്ചില്ല. ഇടവേളയിൽ എന്തോ ഒരു 6 മാസക്കാലം അവരനുവദിച്ചപ്പോൾ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തു. അപ്പോൾ നോക്കുക, നമ്മുടെ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള ഒരു ഉൽപ്പന്നം ഏത് രാജ്യത്തു നിന്നും മേടിക്കണമെന്ന് അമേരിക്ക നിർദ്ദേശിച്ചപ്പോൾ അത് കൃത്യമായിട്ട് പാലിച്ച ഒരു രാജ്യമെന്ന നിലയിൽ ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? അമേരിക്കയാണോ വിശ്വസിക്കേണ്ടത്? അതെയോ നമ്മുടെ ഭരണാധികാരികൾ, അതും വാപൂട്ടി നിൽക്കുന്ന നമ്മുടെ ഭരണാധികാരികളെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഈ ചോദ്യം വളരെ പ്രസക്തമല്ലേ? എനിക്ക് എൻ്റെ ഒരു സെക്കൻഡ് ഹർഷൻ, എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ് എൻ്റെ രാജ്യത്തിൻ്റെ ഭാഗധേയം, ഭാവി എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നെ വിശ്വസിപ്പിക്കാതിരിക്കാനുള്ള നിലപാടുകളാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട്. ശ്രീ പത്മനാഭൻ, ഈ $500 ബില്യൺ ഒക്കെ വ്യാപാരത്തിലേക്ക് നമ്മൾ കടക്കുമെന്നും അത് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങും എന്നുമൊക്കെ ട്രംപ് പ്രവചിക്കുകയാണ്. ഇപ്പോൾ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുവരെ വന്ന പ്രഖ്യാപനങ്ങളെല്ലാം ട്രംപിൻ്റേതാണ് ശരിയായത്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ട്രംപിനെ അവിശ്വസിക്കുക എന്ന ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും $500 ബില്യൺ വ്യാപാരത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇന്ത്യയുടെ ഉൽപ്പാദന മേഖലയെ അതെങ്ങനെ ബാധിക്കും എന്നത് ആലോചിക്കേണ്ടതില്ല. ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ നികുതി തീരുവയുടെ കാര്യം തന്നെ എടുത്താൽ ഈ 2-3% നിന്നത് 18% നിലനിൽക്കുക തന്നെയാണ്, അല്ലെങ്കിൽ അതിലേക്ക് ഉയർത്തപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലെ തീരുവയിൽ, അതായത് നിലവിലെ വ്യാപാര യുദ്ധത്തിൽ അവർ ഉയർത്തിയതിൽ നിന്ന് കുറച്ച് പുറകോട്ട് വന്നിരിക്കുന്നു താഴേക്ക് എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പറയാം. ആദ്യം അതിന് മുമ്പ് ഇതൊരു ഫോട്ടോ ആണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും കൂടി മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെക്കുന്നത് 2008 ഓഗസ്റ്റ് 7. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് പൈസയും കിട്ടി. എന്തായിരുന്നു കരാറ്? സോണിയാഗാന്ധി ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇത് മിണ്ടിയിട്ടില്ല ഇതുവരെ. സുപ്രീം കോടതി കേസാ ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വിടണം പറഞ്ഞിട്ട്. കോൺഗ്രസ്സുകാരൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്ത പോലെയൊന്നും ഞങ്ങൾ ചെയ്യൂല. നിങ്ങൾ പണ്ട് 34,000 സ്ക്വയർ കിലോമീറ്റർ ചൈനയ്ക്ക് കൊടുത്തില്ലേ? ചൈന ഇന്ത്യ ബായി പറഞ്ഞിട്ട് കൊടുത്തില്ലേ? 62 യുദ്ധത്തിലാണ് 34,000 സ്ക്വയർ കിലോമീറ്റർ പോയത്.
ഇതൊന്നും രാഹുൽ ഗാന്ധിക്കും നിങ്ങൾക്കും അറിയില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ആ വ്യത്യാസം എന്നും ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന അവസ്ഥയിലെത്തിയതും ഞങ്ങൾ ഈ അവസ്ഥയിലെത്തിയതും. അതിന് മറുപടി അനു പറഞ്ഞോളും. ഇനിയിപ്പോ ഈ വിഷയത്തിലേക്ക് ആയിക്കോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവില്ല. ഞാൻ പറയട്ടെ. നമുക്കിവിടെ അസ്വസ്ഥത. ജോൺ ബ്രിട്ടാസ് പറഞ്ഞു തൽക്കാലം ട്രംപിന് വിശ്വസിച്ചോളൂന്നു. നിങ്ങൾ അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോകുന്ന രാജ്യമല്ല അമേരിക്ക. നിങ്ങൾ വിശ്വസിച്ചോളൂ, ഞങ്ങൾക്ക് വിരോധമില്ല. ഞാൻ ഇത്രേ പറയുന്നു, 500 ബില്യണോ 1000 ബില്യണോ ഒക്കെ നാളെ ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വരട്ടെ, ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരട്ടെ. ട്രംപ് പറഞ്ഞതാണോ ശരി, അതല്ല ഇന്ത്യ പറഞ്ഞതാണോ ശരി, ഇനി രണ്ട് കൂട്ടരും പറഞ്ഞതാണോ ശരി, ലെറ്റ് ദ ഡീറ്റെയിൽസ് കം. നിങ്ങളുടെ അടുത്ത് ഈ കടലാസുണ്ടോ? എൻ്റെ അടുത്ത് ഈ കടലാസില്ല. ഊഹിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. എൻ്റെ പ്രശ്നം അതാണ്. ഊഹിച്ചിട്ട് ഇതുപോലത്തെ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല, നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ എനിക്കതില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ലളിതമായി പറയുന്നു, ഫൈനൽ ഡീല് കഴിഞ്ഞ് ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരട്ടെ. പാർലമെൻറ്റിൽ വിശദമായ പ്രസ്താവന ഇറക്കും. അന്ന് പാർലമെന്റിൽ അത് കേൾക്കാനുണ്ടാവണം. കടലാസ് വലിച്ച് കീറിയേറിയരുത് ദയവ് ചെയ്തിട്ട്. അതാണ് റഷ്യൻ എണ്ണ വില കുറച്ച് വാങ്ങിക്കുന്നത് തുടരും എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? അതുപോലെ തന്നെ റഷ്യയുമായുള്ള നമ്മുടെ ദീർഘകാല ഉറപ്പിക്കാമോ? വര ഈ റഷ്യൻ എണ്ണ 2% ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി 2% ഈ റഷ്യൻ എണ്ണ. അത് 22 ആക്കിയത് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാ ആണോ? ഈ ഇന്ത്യ മുന്നണി സമ്മർദ്ദം ചെലുത്തിയിട്ടാ അത് 22 ആക്കിയത് ആണോ? ഗവൺമെന്റ് നരേന്ദ്രമോദി പുതിയ സാഹചര്യത്തിൽ വില കുറച്ച് കിട്ടി. വില കുറച്ച് കിട്ടിയപ്പോൾ അത് നമ്മൾ മേടിക്കുന്നു. അപ്പൊ ട്രംപ് പറയാണ് അത് വേണ്ട, ഞാനിവിടെ വില മേടിച്ചാൽ മതി എന്ന് പറഞ്ഞാലോ? അതൊന്നും അല്ല. അതൊക്കെ നിങ്ങൾ ഇവിടെ ഊഹിച്ചിട്ട് കഥ മെനയണ്ട. അവിടെ പറയുന്നത് വിശ്വസിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അത് ഒരു പരിധിവരെ ആ മട്ടിൽ തന്നെ മനസ്സിലാക്കാനാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വല്ലാണ്ട് അസ്വസ്ഥതയല്ല, സംശയം. അന്ന് ജയശങ്കറിനോട് പറഞ്ഞോട്ടെ, ഇതൊരു കഷ്ടം അത്. അപ്പൊ ജയശങ്കറിനോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് എണ്ണ വാങ്ങുക, ഞങ്ങൾക്ക് എവിടെയാ ലാഭത്തെ കിട്ടുക അവിടുന്ന് വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു റഷ്യൻ എണ്ണ നിങ്ങൾ വാങ്ങുന്ന യുദ്ധത്തിനെ സഹായിക്കലല്ലേന്ന്. അപ്പോൾ ജയശങ്കർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഗ്യാസ് വാങ്ങുന്നില്ലേന്ന്? ഇന്ത്യൻ എണ്ണയുടെ പൈസ മാത്രമാണ് യുദ്ധത്തിന് പോകുന്നത്, നിങ്ങൾ വാങ്ങുന്ന ഗ്യാസിൻ്റെ പൈസ പോകുന്നില്ലേന്ന്? എന്നിട്ടൊരു ഉത്തരവും കൂടി പറഞ്ഞു അന്ന്, യൂറോപ്പിൻ്റെ പ്രശ്നം ലോകത്തിൻ്റെ പ്രശ്നമാണെന്നുള്ള നിങ്ങളുടെ ചിന്താഗതി അവസാനിപ്പിക്കണം. യൂറോപ്പിൻ്റെ പ്രശ്നം ലോകത്തിൻ്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഇതാണ് ഇന്ത്യയുടെ നയം. എവിടുന്നാണോ ലാഭത്ത് കിട്ടുന്നത് അവിടുന്ന് വാങ്ങും. ഇനി നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ഇവർ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത് 2% 22% ആക്കിയത് ഇവർ പറഞ്ഞിട്ടൊന്നല്ലല്ലോ. ഇവർ പറഞ്ഞ കേട്ടാ തോന്നുന്നു ഇവർ പറഞ്ഞിട്ടാ. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നല്ല, ഞങ്ങളുടെ ഗവൺമെൻറ് തീരുമാനമാണ്. ബാക്കി നാളെ എന്ത് സംഭവിക്കുന്നു ആ ഡീലൊന്ന് വന്നോട്ടേന്ന്. അത്തൊരു 24 മണിക്കൂർ കാത്തിക്കാൻ ക്ഷമയില്ല. കാത്തിരിക്കൂ, നാളെ ഡീല് വരട്ടെ, എന്നിട്ട് നമുക്ക് തലനാരിഴ കീറി സംസാരിക്കാം, ചർച്ച ചെയ്യാം. അനൂപ്, ഇക്കാര്യത്തില് എന്താണ് ലാഭം അത് നമ്മൾ നോക്കും. അത് മാത്രമാണ് ഇന്ത്യയുടെ നയം എന്ന് നമ്മൾ കണക്കാക്കിയാലോ? കാരണം ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ സംജാതമായിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ വിശദീകരിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ അമേരിക്ക വ്യാപാര കരാറിലേക്ക് വന്നിരിക്കുന്നു. അത് വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെടാനുള്ള ഒരു കാരണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കരാറിൽ ഏർപ്പെട്ടതാണ് എന്ന്. അങ്ങനെ ഇന്ത്യക്ക് ആ നിലയ്ക്ക് ഒരു വിലപേശൽ ശേഷി, അത് വേറൊരു വലിയ വാങ്ങൽ ശേഷിയുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് കൂടി പരിഗണിക്കുമ്പോൾ, വലിയൊരു വിപണി എന്ന നിലയ്ക്ക് കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു വിലപേശൽ ശേഷി ഉണ്ട് എന്നും, അങ്ങനെ ഇന്ത്യയുടെ വഴിക്കാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ വരുന്നത് എന്നും മനസ്സിലാക്കണോ? അല്ല, ഇവിടെ എന്താണ് ലാഭം ഈ കരാറിൽ ഏർപ്പെട്ടാൽ? അതിൽ കരാറിലെ കക്ഷി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്ന ലാഭം, ആനുകൂല്യം എന്താണെന്ന് വിശദീകരിക്കാൻ പോലും സംഘപരിവാർ പ്രതിനിധിക്ക് കഴിയുന്നില്ല. അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ. ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നതല്ലേ കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുക, ഇവരെ ചോദ്യം ചെയ്യുന്ന ആളുകളെ, ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യുക. ഞാനൊരു കാര്യം പത്മനാഭനെ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ ഇവരുടെ സംഘപരിവാറിന്റെ ഇവരുടെ നേതാവായിരുന്ന വാജ്പേയി ഭരിച്ചിരുന്ന കാലത്താണ് കണ്ടഹാറിലേക്ക് തീവ്രവാദികൾക്ക് അകമ്പടി പോകേണ്ട തരത്തിലേക്ക് രാജ്യ സുരക്ഷ അപകടത്തിൽപ്പെട്ടത്. ഞാൻ നേരത്തെ ആവർത്തിച്ചൊരു കാര്യമില്ല, നേരത്തെ ഉന്നയിച്ചൊരു കാര്യം ആവർത്തിക്കുകയാണെന്നേ.
ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് പഞ്ചാബിലേക്ക് അഭയാർത്ഥികളുമായി അമേരിക്കയുടെ ഒരു വിമാനം ലാൻഡ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പോലും പ്രതികരിക്കാൻ കഴിയാത്തത്ര ദുർബലമായി ഇന്ത്യ എന്ന് ലോകത്തിന് സന്ദേശം കൊടുക്കാൻ തക്ക വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ? അപ്പൊ ഇവരതിനെ കുറിച്ച് രാജ്യസ്നേഹം ഇതൊന്നും കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കണ്ട, കോൺഗ്രസിന് പഠിപ്പിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെ വിമർശനങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് ഉന്നയിക്കാമെങ്കിലും ഈ പറയുന്ന ദേശീയത എന്ന് പറയുന്ന നിർമ്മിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയ പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ ഭരണഘടന ഈ പറയുന്ന ഘട്ടങ്ങളിലൊന്നും ഇന്ത്യ എന്ന് പറയുന്ന ദേശീയത ഉണ്ടാകുന്ന സമയത്ത്, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമയത്ത്, ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കപ്പെടുന്ന സമയത്ത് ഈ സമയങ്ങളിലൊന്നും സൃഷ്ടിപരമായി ഒരു പങ്കും വഹിക്കാൻ കഴിയാത്ത പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഉള്ള ഒരു കോംപ്ലക്സ്, അതാണ് ഈ സംഘപരിവാറുകാർ നിരന്തരം മറ്റുള്ളവരോട് രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഒരു കോംപ്ലക്സിന്റെ ആവർത്തനമാണെന്നേ. അവനവനില്ലാത്ത സാധനത്തെ കുറിച്ച് ഈ പറയുന്ന ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യാജ നിർമ്മിതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ രാജ്യസ്നേഹത്തെ കുറിച്ച് പറയാനോ ഉച്ചരിക്കാനോ അവകാശമില്ലെന്നേ. നമ്മൾ ഈ പറയുന്നത് എന്താ, ഈ കരാർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് ദുരൂഹമാണ്, നിഗൂഢമാണ്. പാർലമെന്റിൽ ചേരുന്ന സമയത്ത് പോലും എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ള പ്രതീതി ഇവിടെ നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ ഈ കാര്യത്തെ അഡ്രസ് ചെയ്യാൻ, രാജ്യത്തെ അഡ്രസ് ചെയ്യാൻ, പാർലമെന്റിനെ അഡ്രസ് ചെയ്യാൻ എന്തിനാണ് അവർ പഠിക്കുന്നത്? ഇവരെ സംബന്ധിച്ച് ഇത് അടിമുടി ദുരൂഹമായ നിഗൂഢവൽക്കരിക്കപ്പെട്ട ഒന്നാണ്. ഇവിടെ നേരത്തെ ബഹുമാന്യനായ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്, ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിക്കുന്നത് ഇത് ആദ്യത്തെ തവണയല്ല. ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിൽ പാകിസ്ഥാനും ഇന്ത്യക്കിടെ നിൽക്കുമ്പോൾ തീരുമാനം പറയുന്നത് ട്രംപാണെന്നേ. ട്രംപ് എന്ത് കപ്പാസിറ്റിയിലാണ് അത് പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത്തരം അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ത്യയെ ഒരു ജൂനിയർ പാർട്ട്ണറായി, ഇന്ത്യ ഒരു മൈനർ പാർട്ട്ണറാക്കി ഈ ട്രംപ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത് ആദ്യത്തെ തവണയല്ല. അതുകൊണ്ട് സ്വാഭാവികമുണ്ടാവുന്ന ആശങ്കയാണ് ഇന്ത്യൻ പാർലമെന്റിലടക്കം ഉന്നയിക്കപ്പെടുന്നത്. നമ്മുടെ വിദേശ ജോൺ ബ്രിട്ടാസ്, ഇപ്പോ ഇത് ഒരു ലോക സാഹചര്യമുണ്ടല്ലോ, സംഗതി ഇതൊക്കെ ശരിയാണ്. ആ നിലയ്ക്കൊരു സാമന്ത രാജ്യമായി ഇന്ത്യയെ പരിഗണിക്കുന്നു എന്ന് വിഷമിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ആഗോള സാഹചര്യം പരിശോധിച്ചാൽ അമേരിക്ക ഈ കാര്യത്തിൽ പൊതുവായി എല്ലാ രാജ്യങ്ങളോടും ഈ തീരുവ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ഈ കരാറുകളിലേക്ക് ഓരോ രാജ്യങ്ങളുമായി ആ കരാറിൻ്റെ ചർച്ചകൾക്കൊടുവിൽ ആ കരാറിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇന്ത്യയും അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ തവണയൊക്കെ ഇപ്പോൾ നമ്മളുടെ കയറ്റുമതിയിലൊക്കെ വലിയ കുറവ് വന്നിരുന്നു അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ. പുതിയ കരാറിൻ്റെ പശ്ചാത്തലത്തിൽ ആ കയറ്റുമതിയിൽ വലിയ വർധനയുണ്ടാകുമെന്ന് പറയുന്നു. 2025 ഏതാണ്ട് 6.86 ബില്യണിൽ നിന്ന് താഴേക്ക് വരികയായിരുന്നു നമ്മുടെ കയറ്റുമതിയെങ്കിൽ ഇത്തവണ അടുത്ത ഘട്ടത്തിൽ അത് 22% വളർച്ച കാണിക്കും ഈ സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ തന്നെ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ നിലവിലെ ലോക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കരാറിലൂടെ അല്ലാതെ ഈ വളർച്ചയിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല എന്നിരിക്കെ അങ്ങനെ ഒരു കരാറിലേക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഹർഷൻ, നമ്മൾ ഒരു പാർട്ടിയും പ്രതിപക്ഷവും ഇങ്ങനെയുള്ള കരാറിൽ ഒപ്പുവെക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. കരാർ വേണമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ ആ കരാറിൻ്റെ വ്യവസ്ഥകൾ നമുക്ക് ഗുണകരമാണോ, നമ്മുടെ കർഷകർക്ക് അത് പ്രതിസന്ധി ഉണ്ടാക്കുമോ, നമ്മുടെ സമ്പദ്ഘടനയെ കരിപ്പിടിപ്പിക്കുമോ, അതെയോ പ്രതികൂലമായി ബാധിക്കുമോ, ഇതൊക്കെയാണല്ലോ വിഷയം. ഇപ്പോൾ ശ്രീ പത്മനാഭൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇരുട്ടുമുറിയിൽ കറുത്ത പൂച്ചയെ തപ്പാൻ അദ്ദേഹം തയ്യാറില്ലാന്ന്. ഇരുട്ടുമുറിയിൽ കറുത്ത പൂച്ചയെ തപ്പേണ്ടതില്ലെന്ന്. അപ്പം ഇത് ശ്രീ പത്മനാഭൻ്റെ പ്രശ്നമാണോ അതെയോ ഇന്ത്യ സർക്കാരിൻ്റെ പ്രശ്നമാണോ? പക്ഷേ കറുത്ത പൂച്ചയില്ല, ഇരുട്ടുമില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ സമയത്താണ്, രാത്രിയാണെങ്കിലും അദ്ദേഹത്തിന് നല്ല 10 മണി 11 മണി സമയമായിരുന്നു. പകരാണ് അദ്ദേഹം ഈ ഇന്ത്യയുമായിട്ടുള്ള കരാറിൻ്റെ വ്യവസ്ഥകൾ പുറത്തു വിട്ടത്. അപ്പോൾ അവർ വെളിച്ചത്തിലിരിക്കുകയാണ്, നമ്മളാണ് ഇരുട്ടുമുറിയിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരുട്ടുമുറിയിൽ ഇരുന്നാൽ മതിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ശ്രീ പത്മനാഭൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ്. ഏതെല്ലാം ഫോറത്തിൽ മന്ത്രിമാർ ഞങ്ങളോട് പറയുന്നറിയോ, അതായത് നിങ്ങളും കൂടി ശബ്ദമുയർത്തണം, നിങ്ങളും കൂടി പ്രസ്താവനകൾ നടത്തണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു ഐക്യമാണ്. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങരുത് എന്നുള്ള ഒരു നിലപാട് പ്രതിപക്ഷം കൂടി ശക്തിയായിട്ട് പറയുമ്പോഴാണ്, അതിനെ വെച്ചിട്ടാണ് നമ്മുടെ നെഗോസിയേഷൻസിൻ്റെ ഒരു തലവും കൂടി നിർണ്ണയിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ
സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ? എത്രയോ തവണ പ്രതിപക്ഷ നേതാക്കന്മാരെ വിളിച്ച് എൻഗേജ് ചെയ്തിരുന്നു. ഇത് നമ്മുടെ താല്പര്യങ്ങൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്കായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഈ പ്രൊവിഷൻസ്, നിങ്ങളുടെ വ്യവസ്ഥ അംഗീകരിച്ചാൽ ഞങ്ങളുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങളതിലേക്ക് നിർബന്ധിക്കരുത് എന്ന് പറയിപ്പിക്കണമെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു വരണമെന്ന് ഞങ്ങളോട് പറയുന്നതാരാ? ഈ സർക്കാർ തന്നെയല്ലേ? അപ്പോൾ പ്രതിപക്ഷം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ദൗത്യം, ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതെന്തോ വലിയ പ്രതിസന്ധിയാണ്, വലിയ പ്രശ്നമാണെന്ന് എങ്ങനെയാണ് ശ്രീ പത്മനാഭൻ പറയുന്നത്? അത് ആരെങ്കിലും പറയൂ? രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ ചൈനയെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ശ്രീ പത്മനാഭൻ, നിങ്ങൾ ഈ ചൈന വർത്തമാനം നിർത്തണം. നിങ്ങളിപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ കൂടെ എന്തോ പടം ഉണ്ടായിരുന്നു സാറേ. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒന്ന് ചൈനീസ് സംഘം RSSകാരെ കണ്ടിരുന്നു, BJPക്കാരെ കണ്ടിരുന്നു. BJPയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഉഭയകക്ഷി ബന്ധമുണ്ട്, ബയലാറ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, പാർട്ടി ടു പാർട്ടി റിലേഷൻ ഉണ്ട്. BJP പ്രതിനിധികളെ ചൈനയിലേക്ക് അയക്കാറുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ശ്രീ പത്മനാഭൻ മനസ്സിൽ വെക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചൈനയിൽ നടത്തിയ ഗവൺമെൻറ്റാണിത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഡബിളായി, ഇരട്ടിയായി. ചൈനയുമായിട്ടുള്ള നമ്മുടെ വ്യാപാര കമ്മി കുതിച്ചുയർന്നു. മാത്രമല്ല, കഴിഞ്ഞ ഇക്കണോമിക് സർവേയിൽ അടിവരയിട്ട് പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ ചൈനയിൽ നിന്നുള്ള നിക്ഷേപം വരണം എന്നുള്ളത്. നോക്കുക, ഇവരുടെ വർത്തമാനം, വായ്ത്താരി, ചൈന പക്ഷക്കാർ എന്തൊക്കെ പറയും. എൻ്റെ ശ്രീ പത്മനാഭ, ഈ 75 വർഷത്തെ ചരിത്രത്തിൽ ഇത്രത്തോളം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു സർക്കാരും നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. ഇനി എവിടെയാ പ്രശ്നം എന്നറിയോ ഹർഷൻ? അതായത് ആസിയാൻ കരാറിൽ നമ്മൾ ഒപ്പുവെച്ചു. ആ കരാറിൽ ഒപ്പുവെച്ച സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ റബ്ബർ കർഷകരുടെ നട്ടല്ലൊടിച്ചത് ആസിയാൻ കരാറാണ്. ഇപ്പോഴും ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് ഒഴുകുന്ന പ്രകൃതിദത്ത സ്വാഭാവിക റബ്ബറാണ് നമ്മുടെ വില തകർത്തത്. 20 വർഷം മുമ്പ് കർഷകന് 200 രൂപ കിട്ടി. 20 വർഷം മുമ്പ്, 25 വർഷം മുമ്പ്. ഇപ്പോഴും 200-ൽ നിൽക്കുകയാണ്. ചെലവോ 10 മടങ്ങായി ഉയർന്നു. നോക്കുക, ഒരു വ്യാപാര കരാർ കൊണ്ട് നമ്മുടെ കർഷകർക്കുണ്ടായിട്ടുള്ള ദുരിതം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇപ്പോഴത്തെ വാണിജ്യ മന്ത്രി പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ആസിയാൻ സ്വതന്ത്ര കരാർ ഇന്ത്യക്ക് വിഘാതമായിരുന്നു, ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതായിരുന്നു. അപ്പോൾ മുമ്പ് വെച്ചൊരു സ്വതന്ത്ര കരാറിനെ കുറിച്ച് ഇപ്പോഴത്തെ വാണിജ്യമന്ത്രി പറയുമ്പോൾ ഇനി അദ്ദേഹം ഒപ്പുവെക്കാൻ പോകുന്ന വാണിജ്യ കരാറുകളുടെ ഇതളുകൾ പരിശോധിച്ച് അത് നമുക്ക് ഗുണകരമാണോ എന്ന് പറയണ്ടേ? മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രസ്താവനകളാണ് നമ്മൾ നടക്കുന്നതെന്ന്. ഇപ്പം സോയ, ചോളം, മറ്റ് ഭക്ഷ്യ എണ്ണകൾ, മെയ്സ്, ഇതെല്ലാം ഇങ്ങോട്ട് ഒഴുകുമല്ലേ, ഡയറി പ്രൊഡക്ട്സ്. ഇതൊക്കെ മാത്രമല്ല, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഹർഷൻ, ലോകത്ത് ഏറ്റവും മെക്കനൈസ്ഡ് ആയിട്ട് ലോ കോസ്റ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷനുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കയായിട്ട് ഓരോ രാജ്യത്തിനും ഈ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് എന്തായിരിക്കും പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്നത്? ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? അതിന് പകരം ഇങ്ങനെ ഈ പുലപ്പി പറയുക, ആൾക്കാരെ പരിഹസിക്കുക, ഇതൊക്കെ ശരിയാണോ ശ്രീ പത്മനാഭൻ? ഇന്നത്തെ ദിവസമെങ്കിലും ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പരിഹാസം മാറ്റിവെച്ച് അർത്ഥവത്തായ രീതിയിൽ, സർഗാത്മകമായ രീതിയിൽ, നമ്മൾ പ്രതിപക്ഷത്താണെന്നേ, ഞങ്ങൾ ചെറിയ പാർട്ടിയാണെന്നേ, നിങ്ങളാണ് ഭരിക്കുന്നത്, ആയിക്കോട്ടെ എന്നേ, പക്ഷെ നമ്മളെല്ലാവരും കൂടി ചേരുന്നതല്ലേ ഈ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള സന്ദേഹങ്ങൾക്കും സംശയങ്ങൾക്കും അർത്ഥവത്തായ രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മറുപടി പറയാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പതിരുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണെന്ന് ഇന്ന് ഞാൻ പാർലമെൻറ്റിൽ സംസാരിച്ച ശേഷം BJP ബെഞ്ചുകളിൽ നിന്നുള്ള അംഗങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ക്യാബിനറ്റ് മന്ത്രിമാർ പറഞ്ഞു, നിങ്ങൾ ചോദിച്ച പ്രസക്തമായ ചോദ്യങ്ങളാണെന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ളൊരു ചർച്ചയിൽ നമ്മൾ ഫ്രിവലസ് ആയിട്ട് പോകാതെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ എന്താ പറയുക, വ്യർത്ഥമായ കാര്യങ്ങൾ സംസാരിച്ച് ആൾക്കാരെ പരിഹസിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കരുതെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്.
ശരി, റൈറ്റ്. ശ്രീപത്മനാഭൻ, പക്ഷെ ഞാനിപ്പോൾ താങ്കൾ ഇതിന്റെ ഈ കരാറിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നും ഇതുവരെ ട്രംപും അല്ലെങ്കിൽ മോദിയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി പിന്തുണച്ചിരിക്കുന്ന ആ കരാറിലെ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിലൊന്നും നിന്ന് തൽക്കാലം ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറാകാത്തത് കൊണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള കരാറിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ആദ്യം നടത്തിയത്. താങ്കൾ നേരെ ചൈനയ്ക്കാണല്ലോ പോയത്, അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. പാകിസ്ഥാനാണ് അമേരിക്കയും പാകിസ്ഥാനുമായുള്ള കരാറിനെ കുറിച്ച് ആദ്യം പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അത് ട്രംപാണ് നടത്തുന്നത്. ഇതിൽ താങ്കൾക്ക് ഒരു ചെറിയ സങ്കടം ഉണ്ടാവും അല്ലേ? സങ്കടവും അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഈ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ഞങ്ങൾ എന്താ അവരെ പല സംഗതിയും ചോദ്യം ചെയ്യുന്നത്. അത് ഇതുകൊണ്ടാണെന്ന്. ഇത് കണ്ടോ, മൻമോഹൻ സിംഗും യാഷിൻ മാലിക്കും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോവാ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ഇയാളിപ്പോൾ ജയിലില്ല, ജീവപര്യന്തം തടവിൽ. ഇയാൾ ചെയ്ത കുറ്റം എന്താ അറിയോ? 1994 4 എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊന്നു. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. കേട്ടോ. അല്ല, മര്യാദ കാണിക്കണം. മര്യാദ ഇല്ലെങ്കിൽ പിന്നെ ചർച്ചയില്ല. അങ്ങനെയൊക്കെ താങ്കൾക്ക് വെല്ലുവിളിച്ചിട്ട് പോകാം. പക്ഷെ പ്രശ്നം ഇതാണ്, ഈ വിഷയത്തിൽ താങ്കൾ പറഞ്ഞോട്ടെ സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തൊരു കഷ്ടത്. ഞങ്ങളെ ഈ രാജ്യത്തിന് വേണ്ടി മുഴുവൻ ചെയ്ത് ഞങ്ങളാണെന്നാണല്ലോ പറഞ്ഞത്. അതിനുള്ള മറുപടിയാ ഈ കോൺഗ്രസ്സുകാരോട് ഞാനിങ്ങനെ സംസാരിക്കുന്നതിന്റെ കാരണം ബോധ്യപ്പെടും. ഇനി ജോൺ ബ്രിട്ടാസ് ഇവിടെ പറഞ്ഞതൊക്കെ പ്രസക്തമായ കാര്യങ്ങളാണ്. പക്ഷെ ജോൺ ബ്രിട്ടാസ് ഒന്ന് മനസ്സിലാക്കണോ, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ മെക്കനൈസ്ഡ് ആയിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. കേരളത്തിൽ ട്രാക്ടറിനെ തടഞ്ഞത് ആരാ? കൊയ്ത്തു യന്ത്രങ്ങളെ തടഞ്ഞത് ആരാ? ഇതൊക്കെ നിങ്ങളല്ലേ തടഞ്ഞത്. മെക്കനൈസ്ഡ് ആയ കാർഷിക രീതിയെ കേരളത്തിൽ ബലം പ്രയോഗിച്ച് തടയാൻ പോയത് നിങ്ങളല്ലേ. അപ്പം നിങ്ങളത് പറയരുത്. ഇനി ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷങ്ങളെ ആയ MP ആയ താങ്കളെ വിശ്വാസത്തിലെടുത്തു എന്ന് കോൺഗ്രസ്സുകാർ എന്താ ഇത്? പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രതിപക്ഷമായി പോയി എന്നുള്ള കുറ്റത്തിന് ജയിലിൽ പിടിച്ചിട്ടവരാ അടിയന്തരാവസ്ഥ കാലത്ത്. അതല്ലേലോ ഞങ്ങളുടെ സമീപനം. നിങ്ങളെയൊക്കെ വിശ്വാസത്തിലെടുത്തല്ലോ. താങ്കൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശത്ത് പോയ സംഘത്തിലെ അംഗമല്ലേ? അത് താങ്കൾക്ക് ഞങ്ങൾ നൽകിയ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്, വ്യക്തിപരമായിട്ടല്ല, പ്രതിപക്ഷം എന്ന സങ്കല്പത്തിന് ഞങ്ങൾ നൽകിയ ഏറ്റവും വലിയ എന്താ പറയുക റെസ്പെക്റ്റ് അല്ലേ അത്? ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങൾ വരുമ്പോൾ ഇന്ത്യ ഫ്രിഞ്ച് 5 ആയിരുന്നു. ഫ്രിഞ്ച് 5 തകരാൻ സാധ്യതയുള്ള 5 എക്കണോമിയിൽ ഒന്നായിരുന്നു ഇന്ത്യ. 11ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് 4ാമത്തെ എക്കണോമിയാണ് ഇന്ത്യ. ബ്രിട്ടനെയും ഫ്രാൻസിനെയും കടത്തിവെട്ടി. ഇന്ന് ബ്രിട്ടനെ, പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞു ചൈനയുടെ വ്യാപാര കമ്മി. താങ്കൾ 2004 ജൂൺ മാസത്തിൽ അടൽ ബിഹാരി വാജ്പേയി ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ത്യ ചൈന വ്യാപാര എടുത്തു നോക്കൂ. നമ്മൾക്കായിരുന്നു കൂടുതൽ, ചൈനക്കായിരുന്നു കമ്മി. ഈ കോൺഗ്രസ്സുകാർ സകലവാതിലും തുറന്നിട്ടു. സകലവാതിലും ഏഷ്യൻ കരാർ ഒപ്പിട്ടത് എപ്പോഴാ? 2009 ഓഗസ്റ്റ് 13. ഈ മൻമോഹൻ സിംഗ്, ഈ ചിദംബരം, ഈ സോണിയാഗാന്ധി ഇവരെ ഒപ്പിച്ച പണിയാ. ഈ കോൺഗ്രസ്സുകാർ FTA ഒപ്പിട്ടു ചൈനയായിട്ട്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ചൈനയും നമ്മളും തമ്മിൽ, നമ്മൾ മുകളിലും ചൈന താഴെയുമായിരുന്നു. 2004 ജൂൺ മാസം അടൽ ബിഹാരി വാജ്പേയി ഇറങ്ങിപ്പോകുമ്പോ അവിടെ നിന്ന് മല പോലെ ചൈന പൊന്തി. എപ്പോ? 10 കൊല്ലം കൊണ്ട്. മൻമോഹൻ സിംഗിന്റെ 10 കൊല്ലം കൊണ്ട്. ഈ കരാർ ഒപ്പിട്ടത് 2009 ഓഗസ്റ്റ് 13. ഈ വാതിൽ മുഴുവൻ ചൈനയ്ക്ക് തുറന്ന് മൊബൈൽ ഫോണൊക്കെ ചൈനയിൽ നിന്ന് കുത്തനെ കൊണ്ട് ഇറക്കിയത്. ഇന്ന് ഇന്ത്യയിൽ 200 ചില്ലാനം കമ്പനി ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന. ഇന്ന് നമ്മൾ ചൈനീസ് മൊബൈൽ ഇറക്കുമതി ചെയ്യുന്നില്ല, നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ താങ്കൾക്ക് അറിയാലോ. ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരെ പോലെ നിങ്ങൾ ഞങ്ങളെ കാണരുത്. വി ഗീവ് റെസ്പെക്ട് ഓപ്പോസിഷൻ. ഞങ്ങൾ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. ഞങ്ങൾ അഴിമതി കാണിക്കാത്തവരാണ്. 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി കാണിച്ച കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഞങ്ങളെ ഒരേപോലെ കാണുക. അതല്ല ഞങ്ങൾ. അതിന്റെ ഗുണമാണ് ഇന്ന് കാണുന്നത്. അതിന്റെ ഗുണമാണ് യൂറോപ്പുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നു. പിന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ അടുത്തേക്ക് വന്നേ പറ്റൂ. കാരണം ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നു യൂറോപ്പായിട്ട്. അമേരിക്ക എന്ത് ചെയ്യും? ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പൊന്തിയത് എന്തുകൊണ്ടാ?
ഈ രാജ്യത്തിലെ കച്ചവടക്കാർക്കും ഈ രാജ്യത്തിലെ വ്യവസായികൾക്കും മനസ്സിലായി ഇത് നല്ലതാണ്. അതുകൊണ്ടല്ലേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുന്നോട്ട് പോയത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നാൽ നിങ്ങൾ പറയുമല്ലോ രാജ്യം തകർന്നു എന്ന്. ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുന്നോട്ട് പോയാലെങ്കിലും നിങ്ങൾ അംഗീകരിക്കും. ഒരു കാര്യം ഒരൊറ്റ കാര്യം പറഞ്ഞു പോയപ്പോ ശ്രീപത്മനാഭൻ അതല്ല പല കാര്യങ്ങളും താങ്കൾ പറഞ്ഞു പോയി. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. 2005 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള കയറ്റുമതി കുറവ് തന്നെയായിരുന്നു. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബിലാറ്ററൽ ട്രേഡ് ഏകദേശം 17 ബില്യൺ ആയിരുന്നു. അതിൽ ചൈനയ്ക്ക് 4.1 ബില്യൺ സർപ്ലസ്. അതായത് ഞങ്ങൾ പോകുമ്പോ അങ്ങനെയല്ല അല്ലല്ല അത് അതിന് ആ കാലയളവ് എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ വലിയ ഇത് വ്യത്യാസം കാണാനില്ല. ഞാനിനി ഒരു കാര്യം പറയട്ടെ. താങ്കൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇന്നിപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കരാറുമായി ബന്ധപ്പെട്ടതുണ്ടോ? ഞാൻ ആദ്യം ഇടപെട്ടപ്പോൾ താങ്കൾ വല്ലാതെ എന്താണ് വിഷമിച്ചു. ഞാനെന്തോ ശബ്ദം ഉണ്ടാക്കുന്നു എന്നുള്ള മട്ടിലാണ് താങ്കൾ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഞാൻ ചോദിക്കുന്ന കാര്യം, എന്റെ സംശയം ഈ കരാറുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ചോദിച്ചത്, ബാക്കി കരാറുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയൂ, ഈ പാകിസ്ഥാൻ ആദ്യം പറയാനുള്ള അവസരം അമേരിക്ക കൊടുത്തു, നമുക്കത് തന്നില്ല. അതിൽ സങ്കടമുണ്ടോ? എന്ത് ഈ രാജ്യം പാകിസ്ഥാനായിട്ട് കമ്പയർ ചെയ്യാ? ഉത്തർപ്രദേശിലെ സാമ്പത്തിക ശേഷിയിലാണ് പാകിസ്ഥാനായിട്ട് കമ്പയർ. ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ട അമേരിക്കക്ക് കാര്യമാണ്. നമ്മുടെ പ്രശ്നം അതാണ്. ട്രംപ് അങ്ങനെയല്ല കാണുന്നത്. ആഹ്ലാദം ഉണ്ടാവും. വേർ ലൈസ് പാകിസ്ഥാൻ? ഉത്തർപ്രദേശിൽ അത്ര വലിപ്പമില്ല സാമ്പത്തിക സ്ഥിതിയിൽ. പാകിസ്ഥാന്റെ ബഡ്ജറ്റിനേക്കാൾ വലിയ ബഡ്ജറ്റാ യുപിന്റെ ബഡ്ജറ്റ്. അമേരിക്ക ആഹ്ലാദത്തിലാണ്. നോർമലൈസ് ചെയ്തു. അദ്ദേഹം അതായത് ഈ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന മട്ടിൽ മറുപടി പറഞ്ഞാൽ നമുക്ക് ആ കാര്യത്തിൽ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ നേരിടുന്ന പ്രതിസന്ധി. നമുക്ക് നോക്കാം. എന്തായാലും ശ്രീ അനൂപ് ഇക്കാര്യത്തിൽ പറഞ്ഞതാണ്, രാഹുൽ ഗാന്ധിക്ക് ഇരട്ടത്താപ്പാണ്. രാഹുൽ ഗാന്ധി ആത്മവിശ്വാസം തകർക്കാനുള്ള ശ്രമമാണ്, രാജ്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കാനുള്ള ശ്രമമാണ്. അദ്ദേഹം നെഗറ്റീവാണ്. അദ്ദേഹം ജനങ്ങളെ പറ്റിക്കുകയാണ്. ഹീനമായ നിലപാടുകളാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത്. അത്തരമുള്ള നിലപാടുകളാണ് രാഹുൽ ഗാന്ധി അത്തരം കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടി വരുന്നത്. കോൺഗ്രസ് 10 വർഷം കൊണ്ട്, ഇപ്പോൾ ശ്രീപത്മനാഭൻ പറഞ്ഞത് തന്നെയാണ്, കോൺഗ്രസ് ഭരിച്ച 10 വർഷം കൊണ്ട് രാജ്യത്തെ സാമ്പത്തികമായി തകർത്ത് കളഞ്ഞു. ആ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. നേരിട്ട് രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി ആക്രമിക്കാൻ, അതായത് ഈ മൊത്തം വാർത്താ സമ്മേളനത്തിന്റെ പകുതിയിലേറെ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാനാണ് പീയൂഷ് ഗോയൽ സമയമെടുത്തത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരൊറ്റ നേതാവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ നിലയ്ക്കാണ് നിങ്ങൾ ഈ സാഹചര്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന തർക്കങ്ങൾ വേറെ, മറ്റു വിഷയത്തിലുള്ള തർക്കങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഇതുകൂടി ചേർത്താണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇതൊരു തന്ത്രമായി, ഒരു സ്ട്രാറ്റജിയായി BJP മുന്നോട്ട് വച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കാൻ കഴിയുമോ? അല്ല, സംഘപരിവാറിനാൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണെന്നേ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലുള്ള ഏറ്റവും വലിയ യോഗ്യത. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ചയിൽ ഉടനീളം പ്രസക്തമായ കാര്യങ്ങളോട് പ്രതികരിക്കാൻ സംഘപരിവാർ പ്രതിനിധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ചർച്ചയിൽ പോലൊരു വലിയ കാര്യമായി കാര്യമായി അവതരിപ്പിക്കുന്നത് എന്താ, ഞങ്ങൾ ജോൺ ബ്രിട്ടാസിന് ഡെലിഗേഷൻ അയച്ചില്ലേ എന്നാ. എന്തോ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വീട്ടിലേക്ക് വിരുന്ന് വിളിച്ച പോലെ. ഇതൊന്നും പുതിയ സംഭവമല്ലെന്നേ. അടൽ ബിഹാരി വാജ്പേയിയെ എത്രയോ തവണ കോൺഗ്രസ് ഗവൺമെന്റുകൾ വിദേശങ്ങളിലേക്ക് ഡെലിഗേഷൻ അയച്ചിരിക്കുന്നു. ഇതെന്തോ വലിയ ഉദാരതയോ ഔദാര്യമായിട്ട് കാണാണ്. അടൽ ബിഹാരി വാജ്പേയി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ അയച്ചിട്ടുണ്ട് കോൺഗ്രസ് ഗവൺമെന്റ്. ഇപ്പൊ എന്തോ വലിയ BJPയുടെ എന്തോ വലിയൊരു ഉദാരതയായിട്ട് അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെയൊക്കെ വിരുന്ന് കൊണ്ടുപോയില്ല, വീട്ടിലേക്ക് വിരുന്ന് വിളിച്ച പോലെയാണ് BJPയുടെ പ്രതിനിധി അല്പത്തം വിളമ്പുകളെ ഇവിടെ ഇരുന്നുകൊണ്ട് അല്പത്ത് സംസാരിക്കുക. ഞങ്ങൾ കൊണ്ടുപോയില്ലേ, ഞങ്ങൾ നിങ്ങളോട് മര്യാദ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ ആ രീതിയിലെ കാണാൻ കഴിയൂ. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളോട്, ഇപ്പൊ കോൺഗ്രസിന്റെ കാലത്ത് ഏർപ്പെട്ട കരാറുകളോട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒളിച്ചു വെക്കപ്പെട്ട കരാറുകളല്ല. അമേരിക്കയുമായി ആണവ കരാർ ഏർപ്പെട്ടതിനെ ഇടതുപക്ഷം എതിർത്തിട്ടുണ്ട്. പക്ഷെ പാർലമെന്റിൽ വലിയ ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്, വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. വ്യത്യസ്തമായ പൊളിറ്റിക്കലായ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരു കരാറിനോട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനത്തെ കുറിച്ച്. ഇതല്ലല്ലോ വിഷയം. ഇത് ഈ കരാറിനെ നിഗൂഢവൽക്കരിക്കുകയും ദുരൂഹവൽക്കരിക്കുകയും ചെയ്യുകയാണെന്നേ. ഇരുട്ടിന്റെ മറവിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത് സ്ലേവറി അറ്റ് മിഡ് നൈറ്റ് ആവാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം അർദ്ധരാത്രിയിൽ അടിയറവ് വയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുകയാണെന്നേ. അത് പറയുമ്പോൾ, അത് ചോദ്യം ചെയ്യുമ്പോൾ
നിങ്ങൾ രാജ്യസ്നേഹത്തെ കുറിച്ച് പറയണം, ഞങ്ങൾ കോൺഗ്രസിനെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ഇപ്പൊ ഈ ചർച്ച നിരന്തരം അവസാനിക്കുമ്പോൾ പറയേണ്ടി ഇന്ത്യ, വരുന്നത്. ഞാൻ പറയട്ടെ, ചർച്ച അവസാനിക്കുമ്പോൾ ഇന്ത്യ US വ്യാപാര കരാറിൽ രാജ്യത്തെ ഇരുട്ടിൽ നിർത്തിയോ എന്നായിരുന്നു നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചത്. ആ വോട്ടിംഗ് ഇങ്ങനെയാണ്: രാജ്യത്തെ ഇരുട്ടിൽ നിർത്തിയെന്ന് ഇപ്പോഴും 79% പേര് പറയുന്നു, അല്ല എന്ന് 19% പേരും അഭിപ്രായപ്പെടുന്നു. ആധുനിക കാലത്തെ വ്യാപാര കരാർ എന്നാൽ രണ്ട് ദേശരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് ആണ്. ഒരു രാജ്യത്തിന്റെ തലവൻ അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമ വാളിലൂടെ കരാർ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഗൗരവതരമായ ഒരു ശരികേടുണ്ട്. രാഷ്ട്രത്തിന്റെ പരമാധികാരം സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തുന്നത് നിർണായകമായ ചോദ്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതികാര ചുങ്കം നീക്കിത്തരുന്നതിന് പ്രത്യുപകാരമായി ഇന്ത്യൻ കാർഷിക മേഖലയെ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുകയാണോ എന്നൊക്കെയുള്ള ആശങ്കകളാണ് ഉയരുന്നത്. ഇത്തരം ഒരു പിടി ആശങ്കകൾ ഇങ്ങനെ ഉത്തരമില്ലാതെ ബാക്കിയാകുന്നു എന്നതാണ് സത്യത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ എന്താണ് കല്ലും പതിരും ഒക്കെ മാറി എന്താണ് യഥാർത്ഥത്തിൽ ഈ കരാർ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടി കാത്തിരിക്കാനാണ് BJP ആവശ്യപ്പെടുന്നത്. നമ്മൾ കാത്തിരിക്കാം. പക്ഷേ ഇതുവരെ ഈ വിഷയത്തിൽ ട്രംപ് ഏകപക്ഷീയമായി തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തത് എന്നും അത് രാജ്യത്തെ അപമാനിക്കുന്നതിന് സമാനമായി എന്നും തന്നെ തൽക്കാലം വിലയിരുത്തി പോവുകയേ നിവൃത്തിയുള്ളൂ. നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ പത്മനാഭൻ, ശ്രീ VR അനൂപ്,